ആലപ്പുഴയിൽ കോളറ സ്ഥിരീകരിച്ചു. തലവടി ഗ്രാമപഞ്ചായത്ത് 6-ാം വാർഡിലാണ് രോഗം സ്ഥിരീകരിച്ചത്. രോഗബാധിതനായ 48-കാരൻ തിരുവല്ല ബിലീവേഴ്സ് സ്വകാര്യ മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിലാണ്. ജനപ്രതിനിധികളുടെയും ആരോഗ്യവകുപ്പിന്റെയും നേതൃത്വത്തിൽ അവലോകന യോഗം ചേരുന്നു. ശരത് എസ് നമുക്കൊപ്പം. ശരത് എസ്, ജലജന്യ രോഗമാണ്, ആശങ്കയുണ്ടാക്കുന്നുണ്ടോ തലവടിയിൽ? നിലവിൽ എങ്ങനെയാണ് കോളറ വന്നത് എന്നുള്ള അടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പരിശോധിച്ച് വരുന്നത്. പ്രത്യേകിച്ച് ഈ രോഗം സ്ഥിരീകരിച്ച ആളുടെ കിണറും ഒപ്പം സമീപത്തെ ജലസ്രോതസ്സുകളും അടക്കം ഇപ്പോൾ പരിശോധിക്കുന്ന നടപടികളിലേക്ക് ആരോഗ്യവകുപ്പ് അടക്കം കടന്നിട്ടുണ്ട്. ഒപ്പം പഞ്ചായത്തിന്റെയും ആരോഗ്യവകുപ്പിന്റെയും ഒക്കെ തന്നെ ജനപ്രതിനിധികളുമൊക്കെ നേതൃത്വത്തിൽ ഇപ്പോൾ അവലോകന യോഗം കൂടി ചേരുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് 48-കാരന് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നു. തുടർന്ന് തിരുവല്ലയിലെ ബിലീവേഴ്സ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. നിലവിൽ ഇപ്പോൾ വെന്റിലേറ്ററിന്റെ സഹായത്തിലാണ് ജീവൻ നിലനിൽക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഡോക്ടർമാരടക്കം അറിയിച്ചിട്ടുള്ളത്. അതീവ ഗുരുതരാവസ്ഥയിലാണ് ഈ 48-കാരനുള്ളത്. മാത്രമല്ല ഇദ്ദേഹത്തിന് മറ്റു ചില രോഗങ്ങൾ കൂടി ഉണ്ടായിരുന്നു. അതിന്റെ കൂടി അടിസ്ഥാനത്തിൽ ഗുരുതരാവസ്ഥയിൽ തുടരുന്നു എന്നുള്ളതാണ് എന്നാൽ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. മറ്റ് ആളുകളിലേക്കും ഇത്തരത്തിൽ കോളറ വന്നിട്ടുണ്ടോ നടക്കമുള്ള കാര്യങ്ങൾ എന്തായാലും പരിശോധിച്ച് വിടുന്നത്. ഒപ്പം ഈ എവിടെ നിന്നാണ് ഈ കോളറയുടെ ഉറവിടം കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ എന്തായാലും പ്രധാനമായും അന്വേഷണം നടക്കുന്നത്. ഇത് കിണറിൽ നിന്നാണോ അതല്ല സമീപത്തെ മറ്റേതെങ്കിലും ജലസ്രോതസ്സുകളിൽ നിന്നാണോ വന്നത് എന്നടക്കം പരിശോധിച്ച് വരികയാണ്. ഓക്കെ, അവലോകന യോഗം ചേരുകയാണ്. തലവടിയിൽ എവിടെ നിന്നാണ് ഈ കോളറ വന്നത് എന്നതടക്കം പരിശോധിച്ച് വരികയാണ്. നിലവിൽ ആശങ്കകൾ ഉണ്ടാക്കാവുന്ന ഒരു സാഹചര്യമാണ് ഇത്. അതുകൊണ്ട് തന്നെ കുടിവെള്ളം അത് ചൂടാക്കി മാത്രം, തിളപ്പിച്ചാറിച്ച വെള്ളം മാത്രം കുടിക്കുക എന്നതാണ്. പ്രത്യേകിച്ചും ഈ കാലാവസ്ഥാ മാറ്റമടക്കം ഉണ്ടാകുന്ന ഒരു വേളയാണ്. അതുകൊണ്ട് കുടിക്കുമ്പോൾ ശുദ്ധമായ ജലമാണെന്ന് ഉറപ്പാക്കുക. തിളപ്പിച്ചാറിച്ച വെള്ളം തന്നെ കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത്.